ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നാണെങ്കിൽ മോനെ സ്കൂളിൽ വിട്ടിട്ടില്ല. അവനൊരു ചെറിയ ജലദോഷത്തിൻ്റെ ഒരു ആരംഭം, രാത്രിക്കൊക്കെ ഒരു ചെറിയ കുറുകുറുപ്പും ചെറിയൊരു തുമ്മൽ ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ വിടണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ജലദോഷം കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ ചെയ്യുന്ന ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ മിക്കവാറും ആൾക്കാർ, ഞാൻ അറിയുന്നതൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ജലദോഷമോ പനിയോ എന്തെങ്കിലും തുടക്കമൊക്കെ ആണെങ്കിൽ വലിയ പനിയൊന്നുമില്ലല്ലോ, വലിയ ജലദോഷമൊന്നുമില്ലല്ലോ, ഒരു മരുന്നും കൊടുത്തു അങ്ങ് സ്കൂളിലേക്ക് വിടും. പക്ഷേ ഇത് ഇടയ്ക്കൊക്കെ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിനും ബുദ്ധിമുട്ടാണ്. പിന്നെ അവർ വീട്ടിലേക്ക് വിളിച്ച് പറയണം, നമ്മൾ പോയി കൂട്ടിക്കൊണ്ട് വരണം. പിന്നെ സ്കൂളിലുള്ള ബാക്കി കുട്ടികൾക്കും കൂടെ പിടിക്കുകയും ചെയ്യും. അത് അവർക്കും ഒരു ബുദ്ധിമുട്ടല്ലേ. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള ബുദ്ധിമുട്ട് എന്തുമാത്രമാണെന്ന് നമുക്കറിയാമല്ലോ. നമുക്ക് സ്വന്തമായിട്ട് അസുഖം വരുന്നതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുട്ടികൾക്ക് അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ വാശിയും വഴക്കും ഒക്കെ ആയിട്ടേ. പിന്നെ ഈ അസുഖങ്ങളൊക്കെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ചിലപ്പം എന്താ പറയുക, അഡ്മിറ്റ് ആക്കേണ്ട അവസ്ഥ വരും, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പം തുടക്കത്തിൽ നമുക്ക് എല്ലാ അസുഖങ്ങളൊന്നും അങ്ങനെ മാറ്റിയെടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമ്മളെക്കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാമല്ലോ, ചെയ്തില്ല എന്നുള്ള ഒരു ഇത് വരാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മളെക്കൊണ്ട് എന്തൊക്കെ വീട്ടിൽ അസുഖം തുടങ്ങുന്ന സമയത്ത്, ആ പനിയും ജലദോഷമൊക്കെ ആണെങ്കിൽ തുടങ്ങുന്ന സമയത്ത് നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം പരമാവധി അതിനെയൊക്കെ ഒന്ന് പിടിച്ച് നിർത്താൻ പറ്റും, ഒരു ലിമിറ്റ് വരെയും. ചിലപ്പോൾ ഈ ജലദോഷമൊക്കെ കൂടി കഴിഞ്ഞിട്ട്, ഇപ്പോൾ എൻ്റെ മോനൊക്കെ ചെറുതായിരുന്ന സമയത്തൊക്കെ ശ്വാസം മുട്ടലൊക്കെ വരുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും വരണില്ല, കുറേ ആയി അതൊക്കെ വന്നിട്ട്. അപ്പം ചെറുതായിരിക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ അസുഖങ്ങളൊക്കെ കാണുമല്ലോ. പക്ഷേ ആ തുടക്കത്തിൽ നമ്മളൊന്ന് നിയന്ത്രിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഒരു പരിധിവരെ നമുക്കിതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ കുറച്ച് തുളസി ഇലയും പനിക്കൂർക്ക ഇലയും പറിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുളസി ഇലയും പനിക്കൂർക്കയും ഇലയും ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചങ്ങ് വെച്ചേക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ചൂടോടെ തന്നെ അങ്ങ് കുടിക്കാൻ കൊടുക്കും. ഇപ്പം തുളസി ഇലയും പനിക്കൂർക്ക ഇലയും ഇല്ലാതെ ഈ ചില ആൾക്കാർ തുളസി ഇല, അതുപോലെ ഏലക്ക, ഗ്രാമ്പൂ, കറുവേപ്പിട്ട, കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ട്, അതുപോലെ ശർക്കര, ചിലപ്പോൾ ഇതിനകത്ത് ഒരു കാപ്പിക്കകത്ത് ചായക്കകത്തൊക്കെ ആയിരിക്കും ഇതൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും പല രീതിയിൽ ഇങ്ങനത്തെ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കുകയും കുട്ടികൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് ജലദോഷമുള്ളപ്പം. അങ്ങനെ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക്, ഇപ്പോൾ ഒത്തിരി ഭയങ്കര കടുപ്പത്തിൽ കൊടുക്കണ്ട കേട്ടോ. കുട്ടികളൊക്കെ ആയിരിക്കും, നമ്മളൊക്കെ മുതിർന്നവർക്കൊക്കെ കുടിക്കുന്ന അത്രയും കടുപ്പത്തിൽ കുട്ടികൾക്ക് കൊടുക്കണ്ട, അവരുടെ ശരീരത്തിന് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റില്ലായിരിക്കും. അതുകൊണ്ട് കുറച്ച് കടുപ്പം കുറച്ചിട്ട്, ഇപ്പം ഞാൻ തിളപ്പിച്ച് വെച്ച് കഴിയുമ്പോഴല്ലോ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തണുക്കുമല്ലോ, എന്നിട്ട് അതിനകത്തോട്ട് കുറച്ചൊരു ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ കുടിക്കാൻ കൊടുക്കുകയും. ഇതൊന്നും അവർക്ക് കുടിക്കാൻ അത്ര വലിയ ഇഷ്ടമൊന്നും കാണത്തില്ല, അതിന് വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇനിയിപ്പോൾ ശർക്കരയൊക്കെ ഇട്ട് നല്ല മധുരത്തിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെയും കുടിക്കുമായിരിക്കും. എന്നാൽ ഇതിൻ്റെ ഒരു ഇലകളുടെ കമർപ്പോ അല്ലെങ്കിൽ കുരുമുളകൊക്കെ ഇടുവാണെങ്കിൽ അതിൻ്റെ ഒരു എരിവൊക്കെ കാണുമല്ലോ. അപ്പോൾ മിക്കവാറും കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടുത്തൊന്നുമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു 2 മണിക്കൂർ ഇടവിട്ടെങ്കിലും, എത്രയൊക്കെ കുടിച്ചില്ലെങ്കിലും ഒരു 10, ഞാൻ കുഞ്ഞിലായിരുന്നപ്പോൾ ഉണ്ടല്ലോ കുട്ടികൾ കുടിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ എണ്ണും, 1 2 3 എന്ന് പറഞ്ഞാൽ 10 വരെ എണ്ണും. അപ്പോൾ 10 വരെ എണ്ണുമ്പോഴേക്കും ഒരു 10 കവളെങ്കിലും കുടിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് കുടിക്കാൻ കൊടുക്കും. പിന്നെ ഈ ഇലകളൊക്കെ ഇടുമ്പോഴുണ്ടല്ലോ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ പറയുന്നതൊക്കെ ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ പറിക്കുമ്പോൾ, ചിലപ്പോൾ കറിവേപ്പിലയാണെങ്കിലും ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം കഴുകണ്ടെന്ന്. അതായത് മഴ പെയ്ത് വെള്ളം വീണ് നല്ല വൃത്തിയായിട്ടിരിക്കുന്നതാണ്, അതങ്ങനെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ലാന്ന്. പക്ഷേ നമ്മൾ ഓർക്കണം, പ്രാണികളൊക്കെ വന്നിരിക്കുന്നതാണ്. മഴ പോകുമ്പോഴാണെങ്കിലും പ്രാണികളോ കുഞ്ഞു കുഞ്ഞു പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടാകും. അതുപോലെ മഴവെള്ളം താഴേക്ക് വീഴുമ്പോൾ താഴെ നിലത്തെ മണ്ണിലത്തെ ആ മണ്ണിൻ്റെ പൊടിയും ചെളിയും ഒക്കെ ചിലപ്പോൾ ഈ ഇലയിലേക്കൊക്കെ ഉണ്ടല്ലോ തെറിച്ച് വീഴുമോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നല്ല കേടില്ലാത്ത ഇല നോക്കി തന്നെ പറിക്കുക, അതുപോലെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടും എടുക്കുക കേട്ടോ. അതുപോലെ ചില ആൾക്കാരുണ്ടല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ഈ കഷായം വെള്ളം പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സ്ഥിരം കൊടുക്കുന്ന, അതായത് വർഷം മുഴുവനും, അതായത് കുട്ടിക്ക് ഇടയ്ക്കൊന്നും ജലദോഷം വരാൻ പാടില്ല, കഫക്കെട്ടോ പനി അങ്ങനെയൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വർഷം മുഴുവനും ദിവസവും കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരിക്കലും കൊടുക്കരുത്. ഇങ്ങനെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ആരംഭം ഉണ്ടെങ്കിൽ മാത്രം, അസുഖം ഉണ്ടെങ്കിൽ മാത്രം അതിനാവശ്യമുള്ളത് മാത്രം കൊടുക്കുക. അതായത് ഇങ്ങനെ എപ്പോഴും സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ട് വരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവരുടെ ശരീരത്തെ ദോഷമായിട്ട് ബാധിച്ചെന്ന് വരാം. അതുപോലെ ചിലപ്പം പിന്നെ അസുഖം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും താങ്ങാൻ പറ്റില്ല, ഹൈ ഡോസുള്ള മരുന്നൊക്കെ ഉപയോഗിക്കേണ്ടി വന്നെന്ന് വരാം. ഇപ്പോൾ ഒരു മരുന്നാണെങ്കിലും ചില ആൾക്കാർ പറയുന്നേക്കാവല്ലോ, ചില ഡോക്ടേഴ്സിൻ്റെ ചില മരുന്നുകളുടെയൊക്കെ പറയുന്നേക്കാം, ഇപ്പോൾ ഒരേ
ഡോസേജ് തന്നെ ഇങ്ങനെ ഹൈ ഡോസേജൊക്കെ കഴിച്ച് പിന്നെ ഒരു ഡോസും അങ്ങ് ഏക്കാത്ത രീതിയിലുള്ള പരുവ് എത്തുന്ന ചില ആൾക്കാർക്കൊക്കെ. അപ്പോൾ അതുമാതിരി ഒരു അവസ്ഥയിലേക്ക് വരരുത്. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇത് കൊടുക്കരുത്. ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അസുഖം മാറിക്കഴിയുമ്പം ഇങ്ങനത്തെ മരുന്നുകളൊക്കെ കൊടുക്കൽ നിർത്തുക. നമ്മളിത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അത് നമ്മളൊരു അസുഖത്തെ പ്രതിരോധിക്കാനാണെങ്കിൽ അത് ആ അസുഖമുള്ള സമയത്ത് മാത്രം കൊടുത്താൽ മതിയാകും. പിന്നെ ആവി പിടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു 2 മണിക്കൂർ ഇടവിട്ടെങ്കിലും ആവി പിടിപ്പിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വീട്ടിലിരുത്തിയിരിക്കുന്നത്. മെയിനായിട്ട് ഇങ്ങനത്തെ വെള്ളം കൊടുക്കാനും ഗാർഗിൾ ചെയ്യിപ്പിക്കാനും ആവി പിടിപ്പിക്കാനും ഒക്കെ ആയിട്ടേ. സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഇത് ചെയ്യിച്ചിട്ട് വിടാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടല്ലേ കുട്ടികൾ സ്കൂൾ വിട്ട് വരുവുള്ളൂ. അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അങ്ങ് മാറി കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കാം, കൂടുമോ നോക്കട്ടെ എന്നിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മരുന്ന് മേടിക്കേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പം തുടക്കത്തിൽ ഇത് ചെയ്യുക, എന്നിട്ട് ഒട്ടും മാറുന്നില്ല, കൂടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കുക. അപ്പോൾ ആവി പിടിപ്പിക്കുമ്പോഴും ഒരു 2 മണിക്കൂർ ഇടവിട്ട് ആവി പിടിപ്പിക്കുക. അപ്പോൾ അതേ ഞാൻ ഈ ചെയ്യുന്നത് കണ്ടോ, ഇതുപോലെ ആവി പിടിപ്പിക്കുക. ഇത് നമ്മൾക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും മലയാളികൾക്ക് അറിയത്തില്ല. ചില ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നേരിട്ട് ചോദിച്ചിട്ടുണ്ട് ആൾക്കാരുണ്ട്, ആവിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഗാർഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജലദോഷമൊക്കെ പോകുമോ എന്നൊക്കെ. അത് അറിയത്തില്ലാതെ ആൾക്കാർ ഒത്തിരി പേരുണ്ട് കേട്ടോ. അതാണ് ഞാനിതൊക്കെ എൻ്റെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നിന്നൊക്കെ പഠിച്ചാണ് കേട്ടോ. അവരൊക്കെ കൂടുതൽ ആൾക്കാരും ഹോം റെമഡീസൊക്കെ ചെയ്തിട്ട് മാറിയില്ലെങ്കിലാണ് ഡോക്ടറെ കാണിക്കുന്നത്. അധികം മരുന്ന് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ലല്ലോ. അപ്പം ഈ ആവി പിടിപ്പിക്കുമ്പം നമ്മളൊക്കെ ഈ തോർത്തൊക്കെ ഇട്ട് തല മൂടിയിട്ടൊക്കെ ആവി പിടിക്കും. പക്ഷേ ഇങ്ങനെ കുട്ടികളെ പിടിപ്പിക്കുമ്പം ഉണ്ടല്ലോ, പരമാവധി ഇങ്ങനെ മൂടാതെ തന്നെ പിടിക്കുക കേട്ടോ. കുട്ടികളാണ് അവർ എങ്ങനെയെങ്കിലും നമ്മൾ എത്ര അടങ്ങിയിരിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് അനങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ തിളച്ച വെള്ളമല്ലേ ഇതെങ്ങാനും താഴേക്ക് വീഴും, എന്തെങ്കിലും ചെയ്ത് മേത്തേക്ക് എങ്ങാനും വീണ് കഴിഞ്ഞാൽ പൊള്ളി നാശമാകൂലേ. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇങ്ങനെ മൂടാതെ തന്നെ പിടിപ്പിക്കുക. അപ്പോൾ ഇത് പിടിപ്പിക്കുമ്പോഴുണ്ടല്ലോ കുറച്ച് അകത്തി പിടിച്ചതേ ഞാൻ ഈ ചെയ്യുന്ന കണ്ടോ, നല്ലപോലെ അകത്തി പിടിച്ച് ഈ ചൂട് ശരിക്കും അങ്ങ് അവരുടെ മുഖത്തേക്കൊന്നും അടിച്ച് അത് അവരുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റാണേ. അപ്പോൾ അതൊന്നും പൊള്ളിപ്പോകാനൊന്നും പാടില്ല. അപ്പോൾ അതിങ്ങനെ അകത്തി പിടിച്ച് തന്നെ ചെയ്യിപ്പിക്കുക. കൂടിപ്പോയാൽ ഒരു 5 മിനിറ്റൊക്കെ ആവി പിടിപ്പിച്ചാൽ മതിയാകും. അത് കഴിഞ്ഞ് പിന്നെ 2 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും പിടിപ്പിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ചൂട് അവരുടെ ശരീരത്തിലേക്ക് കേൾക്കുന്ന അവരുടെ സ്കിന്നിനൊന്നും നല്ലതല്ല എന്ന് ഓർക്കുക. പിന്നെ ഇങ്ങനെ ആവി പിടിപ്പിക്കുമ്പോൾ ചില നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ആൾക്കാർ ഇങ്ങനെ മൂക്കിലേക്ക് വലിച്ചെടുക്കും. അപ്പം അതിങ്ങനെ ശ്വാസം വലിച്ചെടുത്ത് അങ്ങനെ മൂക്കിനകത്തോട്ട് വലിച്ചെടുക്കാൻ മാത്രമാണ് ആവി പിടിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മളുടെ മൂക്കിനകത്തോട്ടും വലിച്ചെടുക്കുക. പിന്നെ അതിനോടൊപ്പം നെറ്റിയിലും ഈ നമ്മുടെ കണ്ണിൻ്റെ താഴത്തെ ആ 2 എല്ലാം ഉണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്കും കഫം കെട്ടി നിൽക്കുന്നതാണ്. അത് എൻ്റെ അടുത്തൊരു ഡോക്ടർ, എനിക്കും ചെറുപ്പത്തിലേക്ക് ഉണ്ടായിരുമ്പോൾ ഡോക്ടറുണ്ടല്ലോ, ഒരു പ്രാവശ്യം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങനെ നല്ല അമക്കി കൈ വിരൽ വെച്ചിട്ട് എൻ്റെ നെറ്റിയിലും അതുപോലെ കണ്ണിൻ്റെ താഴത്തെ ആ കവിളിൻ്റെ മേലത്തെ ആ എല്ലാം ഉണ്ടല്ലോ അതിൽ 2ലും അമക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് കാറിപ്പോയി കേട്ടോ. അവിടെയൊക്കെ നല്ലപോലെ കഫം കെട്ടി നിൽക്കുന്നതാണ്. അപ്പം കണ്ണടച്ച് പിടിച്ചിട്ട് നിൽക്കാൻ പറയുക കുട്ടികളോടെ. കണ്ണിനകത്തോട്ട് ഇങ്ങനെ ചൂടാവിയൊക്കെ ചെല്ലുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ എൻ്റെ മോനോടൊക്കെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും കണ്ണ് തുറക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ, കണ്ണടയ്ക്കടാ എന്ന് പറഞ്ഞു. അപ്പം നെറ്റിയിലൊക്കെ ഒന്ന് ചൂട് പിടിപ്പിക്കുക. പിന്നെ 2 ചെവിക്കകത്തോട്ട് കാറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആൾക്കാർക്കും കഫം കിട്ടും. അതുകൊണ്ട് 2 ചെവിയും ചൂടാക്കുക. പിന്നെ കഴുത്ത്, നെഞ്ച്, പുറം. പിന്നെ ഞാൻ കൈ പൊക്കിയിട്ട് ചെയ്യിപ്പിക്കുന്നില്ല ഇവനെ കൊണ്ട്. അതാ നമ്മുടെ ലങ്സിൻ്റെ 2 സൈഡിലും ആയിട്ട് ആ നെഞ്ചിൻ്റെ സൈഡിലും ഒക്കെ എല്ലായിടത്തും നമ്മളുടെ ഇപ്പം നെഞ്ചിലേക്കൊക്കെ കഫം കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് കൂടുതലും ഈ തൊണ്ടയിലേക്ക് കഫം കെട്ടുക, നെഞ്ചിനകത്തോട്ട് കഫം കെട്ടുക ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ചുമയൊക്കെ വരുന്നത് കൂടുതലായിട്ടും. അപ്പം ഈ എൻ്റെ മോനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിലായിരുന്നപ്പോഴുണ്ടല്ലോ പെട്ടെന്ന് ആ ജലദോഷം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ചെസ്റ്റിനകത്ത് ബ്ലോക്ക് ആകും. അങ്ങനെ ചെസ്റ്റിനകത്ത് ബ്ലോക്ക് ആയിട്ട് പിന്നെ പെട്ടെന്ന് ചുമ അങ്ങ് കൂടും. ചുമ പെട്ടെന്ന് തന്നെ അങ്ങ് കൂടി നമുക്കങ്ങ് കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ലായിരുന്നു കുഞ്ഞിലായിരുന്നപ്പോഴേ. പിന്നെ എന്നിട്ട് ശ്വാസം മുട്ടില്ല, പിന്നെ നെബുലൈസ് ചെയ്യിക്കേണ്ട ആവശ്യമൊക്കെ വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി കേട്ടോ. അത് ഒരു പ്രായം എത്തിക്കഴിയുമ്പോഴേക്കും എല്ലാ കുട്ടികൾക്കും ഇങ്ങനെയൊക്കെ മാറിക്കോളും. കുഞ്ഞിലെ എല്ലാ പിള്ളേരെയും കൊണ്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാനല്ലേ നേരം ഉണ്ടാകുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമുക്കിതൊക്കെ കുറേയൊക്കെ, അവനിപ്പോൾ 7 വയസ്സായി, അപ്പോൾ ഈ ഒരു പ്രായത്തിലൊക്കെ കുറേയും കുട്ടികൾക്കൊക്കെ അസുഖങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന ആ ഒരു സമയമൊക്കെ. അപ്പം ഞാൻ ചെറുപ്പത്തിൽ അത്രയും അസുഖങ്ങളൊന്നും ഇപ്പോൾ ഈ ഒരു പ്രായത്തിലൊന്നും വരാറില്ല മിക്കവാറും കുട്ടികൾക്കും. അപ്പം നമുക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇവർക്ക് വന്ന് ഏതൊരു രീതിയിലാണെന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ അതാ തുടങ്ങും അവരുടെ സൗണ്ട് മാറി വരുമ്പം അല്ലെങ്കിൽ അവർ മൂക്ക് തിരുമുമ്പം ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു തുടക്കത്തിൽ തന്നെ നമ്മളിതൊക്കെ അങ്ങ് ചെയ്യണം. അപ്പം നമുക്ക് കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റുമേ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ആവി പിടിപ്പിക്കുമ്പം മൂക്കിലേക്ക് വലിക്കുന്നത് മാത്രം കൂടാതെ നെറ്റിയിൽ പിടിക്കുക, ചെവി ചൂടാക്കുക,
അതുപോലെ കഴുത്ത്, നെഞ്ച്, പുറം, നെഞ്ചിൻ്റെ 2 സൈഡിലും ഒക്കെ ഒന്ന് ചൂടാക്കി അങ്ങ് കൊടുത്തേക്കുക കേട്ടോ. ഇപ്പം നമ്മൾ പിടിക്കുമ്പോഴും അങ്ങനെ പിടിക്കുന്നത് നല്ലതാണ്. ഒരുപാട് കഫം പിന്നെയും കെട്ടാതിരിക്കാൻ ഇത് സഹായിക്കും കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ കുഞ്ഞു കുട്ടികളൊക്കെ എണ്ണ തേച്ച് തിരുമുമൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ ഈ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ തണുപ്പ് കാലമൊക്കെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ കടുകെണ്ണ തേപ്പിക്കുന്നത് നല്ലതായിരിക്കും. കടുകെണ്ണ കുറച്ചെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നല്ലപോലെ തിരുമുവാണെങ്കിലുണ്ടല്ലോ ശരീരം അങ്ങ് ചൂടാകും. കടുകെണ്ണ ശരീരത്തെ ചൂടാക്കുന്ന സാധനം. വെളിച്ചെണ്ണ തണുപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് കേട്ടോ. എൻ്റെ മോൾക്കാണെങ്കിൽ അത് കേരളത്തിന് പുറത്തായിരുന്നപ്പോൾ എപ്പോഴും ചുമയും കഫക്കെട്ടും വരുമായിരുന്നു. അപ്പം ഇങ്ങനെ നല്ലപോലെ തിരുമ്മി ഈ ശരീരം ചൂടായിട്ട് കഫമൊക്കെ ഉരുകി പോകും. അത് ഭയങ്കര കഫമുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നല്ലതായിരിക്കും. കടുകെണ്ണ കുടിക്കാനൊന്നും കൊടുക്കണ്ട. നമ്മളത് ഉപയോഗിക്കാറില്ലല്ലോ ഭക്ഷണം പാകം ചെയ്യാനൊന്നുമില്ല. അതിൻ്റെ ചൊവ്വയൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ മണവേ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. പലർക്കും ഇഷ്ടപ്പെടുകയല്ല. ഇതിൻ്റെ കടുകെണ്ണയുടെ കുപ്പി അങ്ങ് തുറക്കുമ്പോഴേക്കുള്ള ഒരു നാറ്റം ഉണ്ടല്ലോ, അത് നമുക്കൊന്നും ഇഷ്ടപ്പെടത്തേ ഇല്ല. പക്ഷേ ഇത് ഈ ജലദോഷം അതുപോലെ മേലുവേദന മാറ്റാനൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മളുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ പെയിനൊക്കെ ഉണ്ടെങ്കിലേ ഇത് നമ്മൾ ചൂടൊക്കെ പിടിക്കുമല്ലോ, അപ്പോൾ അതും വേദന കുറഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അതുപോലെ ഈ കടുകെണ്ണ തിരുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആശ്വാസം കിട്ടും കേട്ടോ. അപ്പോൾ അതായത് അളവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കടുകെണ്ണയ്ക്ക് ഒരല്ലി വെളുത്തുള്ളി മതിയാകുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ ആണെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി ഇട്ട് ഒന്ന് ചൂടാക്കി അങ്ങ് വെച്ചേക്കുക. അപ്പോൾ ഒരാഴ്ചത്തേനുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂടാക്കിയിട്ട് ഒരു ഡപ്പയിലാക്കി മാറ്റി വെച്ചാലും മതി. ആ വെളുത്തുള്ളി അതിനകത്ത് മാറ്റി കളയൊന്നും വേണ്ട. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ നല്ലപോലെ തിരുമ്മി ഉണ്ടല്ലോ കുറേ ശരീരം ചൂടായിട്ട് കുറേ കഫമൊക്കെ ഉരുകി പോവേ. ഞാൻ ഈ പിള്ളേർ കുഞ്ഞിതായിരുന്നപ്പോഴൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ ഗാർഗിൾ ചെയ്യിപ്പിക്കുക, അതും ഒരു 2 മണിക്കൂർ ഇടവിട്ട് ഗാർഗിൾ ചെയ്യിപ്പിക്കുക. ചൂടുവെള്ളത്തിൽ അവരുടെ വായി കൊള്ളാൻ പറ്റാവുന്ന രീതിയിൽ ഉള്ള ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കലക്കിയിട്ട് ഗാർഗിൾ ചെയ്യിപ്പിക്കുക. നല്ലപോലെ ഗാർഗിൾ ചെയ്യാൻ പറയുക. അപ്പം നമ്മൾ ഇപ്പോൾ കുഞ്ഞു കുട്ടികളാക്കിയാണെങ്കിൽ ചില പിള്ളേരൊന്നും ചെയ്യത്തില്ല. നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. കറന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് രസിച്ച് അവരങ്ങ് ചെയ്തോളും. ഇപ്പോൾ എൻ്റെ പിള്ളേർക്ക് അതങ്ങ് ശീലമായി ചെയ്തേ. ഗാർഗിൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരോട് വായിൽ നല്ലപോലെ കുലുക്കുഴിയാനും കൂടെ പറയുക. ഇപ്പോൾ ഈ മിക്കവാറും പിള്ളേർക്കുണ്ടല്ലോ പനി അല്ലെങ്കിൽ ജലദോഷമൊക്കെ വരുമ്പോൾ വായ്ക്കകത്ത് കുരു, പല്ല് വേദന, വായ്ക്കകത്ത് മോണയ്ക്കൊക്കെ വേദന അങ്ങനെയൊക്കെ വരും. അപ്പം വായിൽ ഉപ്പുവെള്ളം കുലുക്കൊഴിയുന്നത് നല്ലതായിരിക്കും. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കാണെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനൊന്നും തോന്നത്തില്ലല്ലോ. ഈ അസുഖം വരുന്ന സമയത്തുണ്ടല്ലോ ദഹനശേഷിയും കുറവായിരിക്കും, ദഹിക്കാനൊക്കെ ഇച്ചിരി പാടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഒത്തിരി നിർബന്ധിച്ച് കഴിപ്പിക്കുകയൊന്നും വേണ്ട. പരമാവധി കുറച്ച് ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ കൊടുക്കുക. പിന്നെന്താണ് അവർ കഴിക്കുന്നത് പോലെ കുറേശ്ശെയായിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങ് കൊടുത്താൽ മതിയല്ലോ. വെള്ളം ധാരാളം കുടിപ്പിക്കുക കേട്ടോ. പിന്നെ ചില ആൾക്കാർ പറയുന്നേക്കാം കഫം ഉള്ള സമയത്ത് ഈ ചുമയോ അങ്ങനത്തെ എന്തെങ്കിലും അസുഖമുള്ള കുട്ടികൾക്ക് പാല് കൊടുക്കരുത്, പഴം കൊടുക്കരുത് എന്നൊക്കെ. അതൊക്കെ ഓരോ കുട്ടികളുടെ ശരീരത്തിനനുസരിച്ചാണ് കേട്ടോ. അത് മുതിർന്നവർക്കാണെങ്കിലും ചെറിയ പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ കഴിച്ചു നോക്കുക. ഒരു ഭക്ഷണം ഇപ്പോൾ പാലാണെന്നുണ്ടെങ്കിൽ 1 മാസം കുടിച്ച് നോക്കുക. അത് കുടിച്ചതിൻ്റെ പേരിൽ നമുക്ക് അസുഖം വരുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് 1 മാസത്തേന് നിർത്തി നോക്കിയിട്ട് പിന്നെ നമുക്ക് ഈ അസുഖം വരുവാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പാലിൻ്റെ ആയിരിക്കില്ല, വേറെ എന്തിൻ്റെങ്കിലും ആയിരിക്കും. ഞാനും ഇത് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ചില ഭക്ഷണങ്ങൾ ചില ആൾക്കാർക്ക് പഴം ചെറുപഴമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജലദോഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് നിർത്തി കഴിഞ്ഞാൽ ഒരു 1-2 മാസം കഴിക്കാതിരുന്നിട്ട് ഈ അസുഖം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഭക്ഷണം നമുക്ക് അലർജിയാണ്. അപ്പോൾ കഴിക്കാതിരുന്നിട്ട് നമുക്കിത് അസുഖം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ആയിരിക്കില്ല, അത് വേറെ എന്തിൻ്റെങ്കിലും ആക്കുകയായിരിക്കും. അപ്പോൾ നമുക്കൊരു ഭക്ഷണം കഴിച്ചിട്ട് അതെന്ത് ഭക്ഷണമാണെങ്കിലും നമുക്കത് കഴിച്ചിട്ട് നമുക്കത് ഒരു അലർജി മാതിരിയാവുക, അല്ലെങ്കിൽ ജലദോഷ പനി അങ്ങനെ എന്തെങ്കിലും അസുഖം പിടിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അത് നിർത്തിയാൽ മതിയാകും. പിന്നെ ഈ ജലദോഷമൊക്കെ ഉള്ള സമയത്ത് തണുത്ത ഭക്ഷണങ്ങൾ, ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ, ഐസ്ക്രീം, തണുത്ത ജ്യൂസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. ഐസ്ക്രീമിനേക്കാളും ഭയങ്കര പ്രശ്നക്കാരൻ ജ്യൂസൊക്കെയാണ് കേട്ടോ. നമ്മൾ ഈ കുടിക്കുന്ന തണുത്ത വെള്ളം, തണുത്ത ജ്യൂസൊക്കെ പെട്ടെന്ന് തൊണ്ടയ്ക്ക് പിടിക്കും, തൊണ്ടയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു പോയി ഇപ്പോൾ നമ്മൾ വല്ല കല്യാണത്തിനോ എന്തിനെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പം കുട്ടിക്ക് വല്ല കഫക്കെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ഐസ്ക്രീം ഒന്നും കൊടുക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായെന്ന് വരാം. അപ്പോൾ എല്ലാവരും ഒക്കെ കഴിക്കുന്നത് കണ്ട് കഴിയുമ്പോൾ കുട്ടികൾക്കും ഒരു കൊതിയായിരിക്കുമല്ലോ കഴിക്കാൻ വേണ്ടി. അപ്പോൾ അത് കഴിച്ച് കഴിയണ പാടെ കുറച്ച് ചൂടുവെള്ളം കൊടുത്തേക്കുക, അത് നല്ലതാണ് കേട്ടോ.
പിന്നെ പരമാവധി ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക, വറുത്തതും പൊരിച്ചതൊക്കെ ഒഴിവാക്കുക. വറുത്തതും പൊരിച്ചതൊക്കെ ചുമയൊക്കെ പെട്ടെന്ന് കൂട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ. അതുപോലെ ഈ ചിപ്സ്, മുറുക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ബേക്കറി സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. അതൊക്കെ ഈ അസുഖം പോയി കഴിയുമ്പോൾ കഴിക്കാമല്ലോ. പിന്നെ ഈ ജലദോഷം എപ്പോഴും വരുന്ന പിള്ളേർക്കുണ്ടല്ലോ, അധികം കാലിനങ്ങ് തണുപ്പടിക്കാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ടൈൽസേക്കൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ ടൈൽസിനൊക്കെ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ കാലേക്കൂടെ തണുപ്പ് കയറുമ്പോൾ മിക്കവാറും പിള്ളേർക്കും വലിയവർക്കാണെങ്കിലും ചിലപ്പം എന്താ പറയുക, കഫമൊക്കെ കെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാലിന് തണുപ്പടിക്കുമ്പം എങ്ങനെയാണ് കഫം കെട്ടുന്നതെന്നൊക്കെ ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷേ അത് സത്യമാണ് കേട്ടോ. അപ്പം നോർത്ത് ഇന്ത്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, തണുപ്പുള്ള സമയത്ത് അവർ കുട്ടികളെ ചെരുപ്പ് ഇടിച്ചുകൊണ്ട് വീട്ടിൽ നടത്തും. ചിലപ്പോൾ സോക്സൊക്കെ ഇടിക്കും, കിടത്തി ഉറക്കുമ്പോഴും സോക്സൊക്കെ ഇടിക്കും. അപ്പോൾ ഞാൻ ഇവർക്ക് ജലദോഷമൊക്കെ ഉള്ള സമയത്ത്, നല്ല കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് കുഞ്ഞിലേക്ക് ഉണ്ടല്ലോ സോക്സ് ഇടിക്കുമായിരുന്നു കിടത്തും. ഇപ്പോഴാണെങ്കിലും മോനൊക്കെ നല്ല ജലദോഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രിക്ക് കിടക്കുമ്പോൾ സോക്സ് ഇടിക്കും. അപ്പോൾ കാലിൻ്റെ പത്തി തണുക്കാതിരിക്കാൻ സൂക്ഷിക്കുക ജലദോഷമുള്ള സമയത്ത്. പിന്നെ എപ്പോഴും ഈ അസുഖങ്ങൾ പിടിക്കുന്ന കുട്ടികൾക്കുണ്ടല്ലോ മൾട്ടി വിറ്റമിൻ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൊടുക്കുക. അവർക്ക് ഇമ്മ്യൂണിറ്റി കൂടാൻ പറ്റിയ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുക. ഇമ്മ്യൂണിറ്റി കൂടാൻ പറ്റിയ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ നോക്കി അത് അവർക്ക് നല്ലതാണോ എന്ന് നോക്കിയിട്ട് മാത്രം കൊടുക്കുക. പാലിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തേനിനകത്ത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് അലർജി ആണെങ്കിൽ കൊടുക്കരുത് കേട്ടോ. അവർക്ക് നമ്മുടെ കുട്ടികൾക്ക് നല്ലതാണോ എന്ന് നമ്മൾക്കറിയാമല്ലോ, അതിനനുസരിച്ച് മാത്രം കൊടുക്കുക. അതുപോലെ ചില പിള്ളേർക്ക് ചവനപ്രാശം നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ കുട്ടികൾക്ക് പറ്റിയ ലേഹ്യം അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ അവർക്ക് നല്ലതാണെങ്കിൽ മാത്രം കൊടുക്കുക. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മോന് LKG-യിലായിരുന്ന സമയത്ത് അവൻ എപ്പോഴും വൈറൽ ഫീവർ ഓടിക്കുമായിരുന്നു. അത് ഏതെങ്കിലുമൊക്കെ പിള്ളേരുടെ അടുത്ത് നിന്ന് കിട്ടുന്നതായിരിക്കാം. എപ്പോഴും മാസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യം വരുമായിരുന്നു. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ ഒരു മൾട്ടി വിറ്റാമിൻ്റെ മരുന്ന് എഴുതി തന്നെ. അപ്പോൾ അതൊരു 2 ബോട്ടിൽ മേടിച്ച് കൊടുത്തോളാൻ പറഞ്ഞു. അത് കഴിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ മോന് കുറേ മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് നമ്മൾ തന്നെ സ്വയം ആയിട്ട് ഒന്നും മേടിക്കരുത് മരുന്ന്. അത് ഡോക്ടറോട് ചോദിച്ചിട്ട്, അത് നമ്മളുടെ കുട്ടിക്ക് ഇപ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ് മാറ്റങ്ങളുള്ള, എന്തൊക്കെയാണ് നമ്മളുടെ കുട്ടിക്ക് ആവശ്യമുള്ളതെന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് ഡോക്ടർ തരും. ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മൾട്ടി വിറ്റാമിനോ അയണോ എന്താ വേണ്ടതെന്ന് വെച്ചുകൊണ്ട് അതിനനുസരിച്ച് ഡോക്ടർ എഴുതി തന്നിട്ട് അത് ഏത് രീതിയിൽ കുടിക്കണം എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുടിക്കുക. നമ്മളുടെ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി പരമാവധി വർദ്ധിപ്പിക്കാൻ നോക്കുക. ഇമ്മ്യൂണിറ്റി കൂടുമ്പം അസുഖങ്ങൾ കുറയുമല്ലോ. അതിപ്പം മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും ഇപ്പം ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ കൂടുമല്ലോ. അപ്പോൾ നമ്മളുടേതാണെന്നുണ്ടെങ്കിലും ആരോഗ്യം ശ്രദ്ധിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഇമ്മ്യൂണിറ്റി കൂട്ടിയിരിക്കുക. അപ്പോൾ അസുഖങ്ങൾ പരമാവധി കുറയും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. കുറേ ആൾക്കാർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ ആവശ്യമുള്ളവർക്കൊക്കെയും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.